അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ദിക്റാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദീനായി കാണിച്ചു തരാത്ത വളരെ നിസ്സാരമായൊരു കാര്യമാകട്ടെ, അതുപോലും നമ്മൾ അകറ്റി നിർത്തിക്കൊണ്ടാകണം. ബിദ്അത്തുകൾ നമ്മൾ സൂക്ഷിക്കണം. അതിൻ്റെ മറ്റൊരു ഭാഗം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു ബിസ്മില്ല എന്നത് റസൂലുള്ള പഠിപ്പിക്കാത്തൊരു സ്ഥലത്ത് പോലും നമ്മൾ ചൊല്ലരുത്. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നത് കണ്ടു. നിസ്കാരത്തിലെ തശഹുദിൽ അദ്ദേഹം തശഹുദ് ആരംഭിച്ചത് എങ്ങനെയാണ്? ബിസ്മില്ലാ അത്തഹിയ്യാതു ലില്ലാഹി വസ്സലവാത്തു വസ്സലാം. ഇങ്ങനെയാണ് തശഹുദ് ആരംഭിച്ചത്. അത്തഹിയ്യാത്തിന് മുമ്പ് ബിസ്മില്ലാ ചൊല്ലി. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് രോഷത്തോടെ ചോദിച്ചു, അതക്കുൽ, നീ തിന്നുകയാണോ, ഭക്ഷിക്കുകയാണോ? അത്തഹിയ്യാത്തിന് മുമ്പ് ഒരു ബിസ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു ബിസ്മി അല്ലേ? അള്ളാഹുവിന്റെ നാമത്തിൽ എന്നല്ലേ എന്താ തെറ്റുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമല്ല ബിസ്മി. എന്തുകൊണ്ട് അവിടെ വിലക്കിയത്? അത്തഹിയ്യാത്തിൽ അത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, വിലക്കി. മറ്റൊരിക്കൽ ഒരു മനുഷ്യൻ തുമ്മി എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ. അവിടെ നിർത്തണം. ഇയാൾ ഒന്നും കൂടി ഫിറ്റ് ചെയ്തു, അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, സ്വലാത്തു സലാം ചൊല്ലി. ആരാ തിരുത്തിയത്? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മിയതിനു ശേഷം സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല, ചൊല്ലരുതെന്ന് പറഞ്ഞു, വിലക്കി. നബി പഠിപ്പിക്കാത്ത ഒരു സ്വലാത്ത് പോലും ഒരെണ്ണം പോലും നമ്മൾ ചൊല്ലാൻ പാടില്ല. നബി പഠിപ്പിക്കാത്തൊരു ബിസ്മി പോലും നമ്മൾ ചൊല്ലാൻ പാടില്ല. കാരണം എന്താ? എന്ത്, എവിടെ, എങ്ങനെ, ഏത് രൂപത്തിൽ, എത്ര എണ്ണം ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പഠിപ്പിക്കാനാണ് അവിടുന്ന് നമുക്ക് നിയുക്തനായത്. അത് പഠിപ്പിച്ചു തരലായിരുന്നു നബിയുടെ ദൗത്യം. അവിടുന്ന് അത് പൂർണ്ണമായും പഠിപ്പിച്ചു തന്നിട്ട് ഒരു നന്മ പോലും അവിടുന്ന് ഒഴിവാക്കാതെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സർവ്വ തിന്മയും അവിടുന്ന് ഒഴിവാക്കാതെ വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നന്മകളുടെ രൂപത്തിൽ വേഷം മാറി വരുന്ന മഹാതിന്മകളാണ് ബിദ്അത്തുകൾ. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ നന്മയുടെ രൂപത്തിൽ വരാം. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ നന്മയുടെ രൂപത്തിൽ വരാം. അത് മഹാതിന്മകളാണ്. മദ്യപാനത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, പലിശയേക്കാൾ, കൊള്ളയേക്കാൾ, കൊലപാതകത്തെക്കാൾ ഇസ്ലാമിന്റെ ഭാഷയിൽ ഗുരുതരമായ വൻപാപങ്ങളാണ് നന്മയുടെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മഹാതിന്മകൾ, ബിദ്അത്തുകൾ. അവിടുന്ന് എല്ലാ സംസാരത്തിന്റെയും അവിടുത്തെ ഖുതുബകളുടെയും തുടക്കത്തിൽ സ്വഹാബത്തിനെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തനാചാരങ്ങളും, അതായത് ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത നന്മകൾ, അതാണ് ബിദ്അത്ത്. തിന്മകളല്ല. ളലാല, അത് വഴികേടാണ്. വകുല്ലു ളലാലത്തി ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്.